ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന യുവജനങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിക്കായും പഠനത്തിനായും ചേക്കേറിയവരാണ്. നമ്മുടെ വീടുകളിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട്, അതായത് വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പാദിക്കുന്ന പൈസ കൊണ്ടുമാണ് ഇന്ന് വർഗീയത പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്ന പല ആളുകളുടെയും കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നാളെ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിൽ അവരൊരു നിയമം കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ നടക്കുന്നത് വംശഹത്യകളാണ്, അതുകൊണ്ട് നാളെ മുതൽ ഹിന്ദു മതത്തിൽ പെടാത്തവർ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ BJPക്കും RSSനും ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ട പണം എവിടെ നിന്ന് കിട്ടുമെന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തിരിച്ച് മറ്റു രാജ്യങ്ങൾ ചെയ്താൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായി തീരും? കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ BJPയിലും RSSനെ വിശ്വസിക്കുന്നവരുടെ കുട്ടികളുടെ പഠനം എങ്ങനെ മുന്നോട്ട് പോകും? ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതുകൂടെ ആലോചിച്ചിട്ട് വേണം BJPയും RSSും ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യർ ഓരോന്നും പ്രവർത്തിക്കാനും പറയാനും. കാരണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിച്ച ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല. മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടായാൽ ആ രാഷ്ട്രം വലിയ പുരോഗതി പ്രാപിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പാകിസ്ഥാൻ. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കും അറിവുള്ളതാണല്ലോ. അതേസമയം ഇത്രയും മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുള്ള ഇന്ത്യ BJP അധികാരത്തിൽ കയറുന്നതിന് മുൻപ് വരെ എത്രത്തോളം ഉന്നതിയാണ് ഉണ്ടാക്കിയത് എന്നും നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതമല്ല പ്രധാനം, മതത്തിനുപരിയായി മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയായി തന്നെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളിലും ഉൾപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നേ മതിയാകും. ഇന്ത്യയുടെ സാഹോദര്യവും സഹിഷ്ണുതയും നിലനിന്നേ മതിയാകും. അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം തന്നെ ഇല്ലാണ്ടാകും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് അവർ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നത്? അതിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അധികാരം. മതം പറഞ്ഞ് ജനങ്ങളെ വിഭജിച്ച് അധികാരത്തിൽ എങ്ങനെയും എത്തിച്ചേരുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമാണ് ഇവർക്കുള്ളത്. ഈശ്വര വിശ്വാസികളെന്നും ദേശസ്നേഹികളെന്നും പറഞ്ഞു നടക്കുന്ന ഇവരിൽ ആരും തന്നെ യഥാർത്ഥ ദേശസ്നേഹികളോ വിശ്വാസികളോ അല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, ഒരു ദേശസ്നേഹിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നാം ജനങ്ങൾ ആദ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മതത്തിന്റെ പേരിൽ നമ്മുടെ സൗഹൃദങ്ങളെ, സാഹോദര്യത്തെ ഇവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് രാജ്യത്ത് മുഴുവൻ പടർന്നു പിടിക്കാതിരിക്കാൻ, വലിയൊരു മതലഹള ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വർഗീയതയുടെ കാട്ടുതീ ആളിക്കത്തിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അതിൽ എണ്ണയൊഴിച്ചു കൊടുത്ത് ആളിക്കത്തിക്കാതെ വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിക്കണം. RSSും BJPയും എന്നാൽ ഹിന്ദു സമൂഹമല്ല എന്ന് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹവും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ ഭീകരാവസ്ഥയിൽ നിന്ന് നാം ഇന്ത്യക്കാർക്ക് രക്ഷ നേടാൻ കഴിയൂ.